സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 12ാം വോളിയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ വോളിയങ്ങളിൽ നമ്മൾ കണ്ടത് ഇസ്രായേലിൻ്റെ ജൂതന്മാരുടെ സ്വന്തമായ ഒരു ഭരണ സംവിധാനം, ഹാസ്മോണിയൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് 40 BC പരിപൂർണമായും അവസാനിക്കുകയും റോമൻ ആധിപത്യത്തിൻ്റെ കീഴിൽ അവിടെ ഹെറോദോസ് ഒരു ഭരണ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. ഹെറോദോസ് ഒരു 40 വർഷം, 46 വർഷമാണ് ഹെറോദോസിൻ്റെ ഡൈനാസ്റ്റി ഇങ്ങോട്ട് പോരുന്നത്. AD 6 ജൂദയ, ഇദുമേയ, സമേരിയ പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് അത് റോമിൻ്റെ ഒരു പ്രോവിൻസ് ആക്കി മാറ്റി. അപ്പോൾ അതോടെ ജൂതന്മാരുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവസാനിച്ചു. എങ്കിൽ പോലും യൂതന്മാർക്ക് അവിടെ ആ കാലഘട്ടത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പോപ്പുലേഷൻ ഉണ്ട്, ജൂയിഷ് പോപ്പുലേഷൻ. ചരിത്രത്തിൽ ചില രേഖകൾ പറയുന്നതനുസരിച്ച് ആ കാലഘട്ടത്തിലെ 7 മില്യൺ, ഏകദേശം 70 ലക്ഷത്തോളം ജൂതന്മാർ ഈ ഇസ്രായേൽ പ്രദേശത്തും അതുപോലെ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലും റോമിലും ഒക്കെയായി താമസിച്ചിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ഹാസ്മോണിയൻ ഡൈനാസ്റ്റിയുടെ അവസാനത്തോടു കൂടി ഈ ഇസ്രായേൽ പ്രദേശത്തുള്ള അവരുടെ സ്വാതന്ത്ര്യവും സ്വാധീനവും നിലച്ചതോടെ അവർ വലിയ തോതിൽ യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലേക്ക്, യൂറോപ്യൻ കോണ്ടിനെൻറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വലിയൊരു ജൂതന്മാരുടെ ഒരു സംഘം കുടിയേറി റോമിൽ പോയി താമസാക്കി. ഇപ്പം ഇറ്റലിയിൽ റോമിൽ വലിയൊരു യൂതന്മാരുടെ ഒരു കോളനി, ഒരു കുടിയേറ്റ കേന്ദ്രം അവിടെ രൂപപ്പെട്ടു. അതുപോലെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഒരു കുടിയേറി. ബാബിലോണിയൻ പ്രദേശത്തേക്ക് കുടിയേറിയ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നു. അറേബ്യൻ റീജിയനിലേക്ക് ഒരു കുടിയേറിയിട്ടുണ്ട്. അതുപോലെ ആഫ്രിക്കൻ റീജിയനിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഇവരുടെ ഈ പ്രദേശത്ത് ഇവരുടെ സ്വാധീനം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ബാബിലോൺ പ്രവാസം വന്നു, സിറിയൻ പ്രവാസം വന്നു. ഈ പ്രവാസങ്ങളുടെ ഒക്കെ ഫലമായിട്ട് ഈ ജൂതന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറിപ്പോയിട്ടുണ്ട്. അതിനിടയിലൂടെയാണ് ഇവരിവിടെ ഈ ജെറുസലേമിൽ ഒരു ശക്തി കേന്ദ്രം സ്ഥാപിക്കുവാൻ വേണ്ടി മത്തിയാസിൻ്റെ നേതൃത്വത്തിൽ ഒരു റിബലിയൻ സംഘടിപ്പിക്കുകയും അങ്ങനെ പിന്നീട് റോം അത് അടിച്ചമർത്തുകയും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന AD 6 ജൂതന്മാരുടെ സർവ്വസ്വാധീനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ റോമ ഭരണം വരികയാണ്. പക്ഷേ എങ്കിൽ പോലും ആ കാലഘട്ടത്തിലെ ജൂതന്മാരുടെ ചരിത്രം പ്രധാനമായിട്ട് എഴുതിയിട്ടുള്ളത് ജോസഫൂസ് എന്ന് പറയുന്ന ഒരാളാണ്. ഈ ജോസഫൂസ് ജൂതനാണ്. അദ്ദേഹം റോമൻ ഭരണാധികാരിയുടെ കീഴിലുള്ള ഒരു ചരിത്രം എഴുത്തുകാരനാണ്. ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രം എപ്പോഴും എഴുതപ്പെടുന്ന കാലഘട്ടങ്ങളിലൊക്കെ എഴുതപ്പെടുന്നത് രാജകൊട്ടാരങ്ങളുമായി ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. രാജാക്കന്മാരുടെ യുദ്ധങ്ങൾ, അവർ ജയിച്ച യുദ്ധം, അവർ പരാജയപ്പെട്ട യുദ്ധം, ജയിച്ചതിനെക്കുറിച്ചാണ് വളരെ ഗ്ലോറിഫൈ ചെയ്ത് എഴുതുക. രാജാക്കന്മാരെ ഗ്ലോറിഫൈ ചെയ്യുക, ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ല സാധാരണ ജനങ്ങളിൽ സംഭവിക്കുന്ന യുദ്ധമല്ലാത്ത മറ്റ് കാര്യങ്ങളോ ഒന്നും അന്ന് ചരിത്ര രേഖകളിൽ വരാൻ ഒരു സാധ്യതയുമില്ല. കാരണം ചരിത്രം എഴുത്തും വായനയും ആർക്കും തന്നെ അറിയില്ല. അറിയുന്നവർ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട അപൂർവം ചിലർക്ക് മാത്രമാണ് എഴുത്തും വായനയും അറിയുന്നത്. അങ്ങനെയുള്ളവർ, കാരണം ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം അന്ന് നിലവിലേ ഇല്ല. ഒരുപക്ഷെ ഭാരതത്തിൽ കുറച്ചും കൂടി കൂടുതൽ ജനറൽ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന്. അത്രത്തോളം പോലെ ജനറൽ എഡ്യൂക്കേഷൻ ഈ പ്രദേശങ്ങളിലൊന്നുമില്ല, യൂറോപ്പിലുമില്ല. അപ്പം ഈ ജനറൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചരിത്രം എഴുത്ത് എന്ന് പറയുന്നത് ഈ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രമാണ്. പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, ഈ വെസ്റ്റേൺ കൾച്ചർ, പടിഞ്ഞാറൻ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം രാജകൊട്ടാരങ്ങൾ കൃത്യമായി ചരിത്രം എഴുതി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഭാരതത്തിൽ നിലവിലില്ലാത്തൊരു കാര്യം. ഭാരതത്തിൽ ഒരു രാജാക്കന്മാർ അവരുടെ ചരിത്രങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. നേരെ മറിച്ച് ഈ റോമൻ എംപയറിലൊക്കെ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അത് ഗ്രീസിലുമുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ഡൈനാസ്റ്റികളിലും അവരുടെ ചരിത്രം കൃത്യമായി അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്, സാധാരണ ജനങ്ങളുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ചരിത്രവും നിങ്ങൾക്ക് ഒരിടത്തും കാണാൻ കഴിയില്ല. ക്രിസ്തുവിൻ്റെ ചരിത്രം ഇല്ലാത്തതിന് കാരണം ക്രിസ്തു രാജാവായിരുന്നില്ല. ക്രിസ്തു ഒരിക്കലും ഭരണകൂടമായിട്ട് വഴക്കുണ്ടാക്കാൻ പോയിട്ടില്ല, റിബലിയൻ സംഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് സമൂഹത്തിൽ വരുത്താത്തതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ചരിത്ര രേഖകൾ നമുക്ക് കാണാനാവില്ല. ബൈബിളാണ് ക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചരിത്ര രേഖ. ഈ ജോസഫൂസാണ് അക്കാലഘട്ടത്തിൽ ആ പ്രദേശത്തിൻ്റെ ചരിത്രം, ഈ പലസ്തീന റീജിയൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ജോസഫൂസ് എന്ന് പറയുന്ന ചരിത്രകാരനാണ്. ഈ ചരിത്രകാരൻ തന്നെ ക്രിസ്തുവിനെക്കുറിച്ച് നേരിട്ട് പരാമർശിച്ചിട്ടില്ല. അദ്ദേഹം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചാണ് പരാമർശിച്ചത്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചും പിന്നീട് ക്രിസ്ത്യാനികൾ നേരിടേണ്ടി വരുന്ന മതപീഡനത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അല്ലാതെ ക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് ക്രിസ്തുവിനെ കണ്ടതായിട്ടോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ എന്തെങ്കിലും പ്രഭാഷണങ്ങൾ കേട്ടതായിട്ടോ ഒന്നും ജോസഫൂസ് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തു അങ്ങനെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിരുന്നില്ല. ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യനായിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ മാത്രമാണ് പ്രവർത്തിച്ചത്. ഒരു രാജാവിനെയും യുദ്ധത്തിൽ തോൽപ്പിക്കാനോ വഴക്കുണ്ടാക്കാനോ
റിബലിയൻ സംഘടിപ്പിക്കാനോ ക്രിസ്തു ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചരിത്രരേഖകൾ ഇടം പിടിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഈ ചരിത്രത്തിൽ അന്നും പ്രാധാന്യമുള്ളത് യഹൂദ സമൂഹത്തിലെ പുരോഹിതന്മാർക്കും അങ്ങനെയുള്ളവരുടെ പേരുകളാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവർക്ക് ഈ യഹൂദന്മാർക്ക് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ് ജോസഫൂസിൻ്റെ രേഖകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അവർ ഒരു കാരണവശാലും മറ്റു ദേവന്മാരെ വഴങ്ങിയില്ല നമുക്കറിയാം. റോമാ സാമ്രാജ്യത്തിൽ അവിടുത്തെ രാജാവിനെ വണങ്ങുക എന്നുള്ളത് ഒരു കസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ്. അത് അവർ ചെയ്യില്ല. രാജാവിനെ ദൈവമായിട്ട് ആരാധിക്കുക എന്നുള്ളത് ഒരു രീതിയാണ്, അത് അവർ സമ്മതിക്കില്ല. അപ്പോൾ അതിന് ഇവർക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എന്ന് ജോസഫൂസിൻ്റെ രേഖകളിൽ നിന്ന് സൂചന ലഭിക്കുന്നുണ്ട്. പക്ഷേ ചരിത്രകാരന്മാരുടെ ഇടയിൽ അതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ജോസഫൂസ് പറയുന്നത് ഈ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അപൂർവം ചിലർക്ക് മാത്രം ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യമാണെന്ന അഭിപ്രായമുള്ള ചരിത്രകാരന്മാരുമുണ്ട്. അല്ല, മുഴുവൻ യഹൂദ സമൂഹത്തിനും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നുവെന്നും അവർക്ക് അവരുടെ ദേവാലയത്തിൽ അവരുടെ ഇഷ്ടവും നിയമവും അനുസരിച്ച് അവർക്ക് ബലിയർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവരുടെ മതം പിന്തുടരുവാനുമുള്ള അവകാശമുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഇത് യേശുവിൻ്റെ, അപ്പം ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ പരസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അക്കാലത്ത് യഹൂദ സമൂഹത്തിൽ കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അത് തീർത്തും ആത്മീയമായൊരു വിഷയമാണ്, പൊളിറ്റിക്കൽ വിഷയമല്ല. യേശു തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. പൊളിറ്റിക്കൽ രാജ്യവുമായിട്ട് യേശുവിന് ബന്ധമില്ല എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, വളരെ അടുത്ത കാലത്ത് തന്നെ കൃത്യമായ ഏകദേശ സമയത്തോടു കൂടി തന്നെ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്ന കാര്യം ഈശോ പ്രവചിച്ചിരുന്നു. അത് സംഭവിച്ചു. ഈ പ്രവചനമാണ് AD 70 പൂർത്തീകരിക്കപ്പെടുന്നത്. AD 66 മുതൽ ഈ യഹൂദന്മാരും റോമൻകാരും തമ്മിൽ വഴക്ക് തുടങ്ങി. അപ്പോൾ ഇത് വീണ്ടും ഈ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയം, ഇവരെപ്പോഴും ഒരു റിബലിയസ് സമൂഹമാണ്. ഒരിക്കലും ഭരണകൂടത്തോട് ഒത്തുപോകുന്ന ഒരു രീതി അവർക്കില്ല. കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്നത് ദാവീദിൻ്റെ രാജ്യം അതവർക്ക് സ്വന്തമായി വേണമെന്നുള്ള അവരുടെ ആ ഒരു ചിന്ത കൊണ്ട്, അവരുടെ യഹോവയോടുള്ള അവരുടെ വല്ലാത്ത ആരാധന കൊണ്ടും ഒരു തരത്തിലും വഴങ്ങാത്ത ഒരു സമൂഹം എന്ന നിലയിൽ ഇവർ റോമിനെതിരെ പതുക്കെ വന്ന് 66 വലിയ ഒരു റിബലിയൻ സംഘടിപ്പിച്ചു. അങ്ങനെ 66 മുതൽ ഇവർ അത് ഒന്നാം റോമൻ യഹൂദ യുദ്ധം എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ റോമൻ എംപയറിനെതിരായിട്ടുള്ള യുദ്ധം 66 അത് റോമായുടെ അന്നത്തെ ഒരു ജനറലായിട്ടുള്ള ടൈറ്റസ് ആണ് ജൂതന്മാർക്കെതിരെയുള്ള യുദ്ധം നയിച്ചത്. അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. റോമിനെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്. ചരിത്രത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടൈറ്റസ് പിന്നീട് ചക്രവർത്തിയായതാണ്. അപ്പം ഈ ടൈറ്റസിൻ്റെ നേതൃത്വത്തിലുള്ള ടൈറ്റസ് കമാൻഡറായിട്ടുള്ള ഒരു ആർമിയാണ് ജെറുസലേമിൽ വന്നിട്ട് 66 ഇവരെ യുദ്ധം നടത്തുകയും അവർ വർഷങ്ങളോളം നീണ്ടുന്നൊരു യുദ്ധമായിരുന്നു അത്. 70 ഇവർ റോം ജെറുസലേം വളഞ്ഞു വെച്ചു. സീജ് ഓഫ് ജെറുസലേം എന്നാണ് ഇത് പറയുന്നത്. 5 മാസത്തേക്ക് ജെറുസലേമിലേക്ക് വെള്ളം കിട്ടാത്തതുപോലെ, ഭക്ഷണം കിട്ടാത്തതുപോലെ ജെറുസലേമിനെ ഇവർ വളഞ്ഞു വെച്ച് ജൂതന്മാരെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും വധിച്ചു കളയുകയും ചെയ്തു. അതികഠിനമായ പട്ടിണി ആ പ്രദേശത്ത് വരികയും ഈവൻ മനുഷ്യമാംസം പോലും അക്കാലത്ത് ജൂതന്മാർക്ക് ഭക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിവൃത്തികേടുണ്ട്. പട്ടിണി മൂത്തിട്ട് മനുഷ്യമാംസം പോലും ഭക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രരേഖകൾ കാണുന്നത്. കാനിബലിസം പോലും അക്കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കാനിബലിസം, മനുഷ്യമാംസം ഭക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതങ്ങനെ മനുഷ്യനെ തിന്നാൻ വേണ്ടി മനുഷ്യനെ തിന്നുന്നതാണ്. അങ്ങനെയല്ല. ഞാൻ ഈ ഒരു 10-20 വർഷം മുൻപ് ഈ പാപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന ഓസ്ട്രേലിയയുടെ ഭാഗത്തുള്ള ഒരു ദ്വീപുണ്ട്. ഇപ്പോഴും തീരെ സംസ്കാരം എത്തിപ്പെടാത്തൊരു ദ്വീപാണ്. അവിടെ സ്പാനിഷ് മിഷണറീസാണ് ആ ആദിവാസികളുടെ ഇടയിൽ ജോലി ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു മലയാളി വൈദികനെ ഒരിക്കൽ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്ന, അവർ വസ്ത്രമൊന്നും ധരിക്കാത്ത ആളുകളാണ്. ഈർക്കിലി കൊണ്ടൊക്കെയുള്ള എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് വസ്ത്രത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. വസ്ത്രം ധരിക്കണമെന്നൊരു നിർബന്ധമുള്ള ആളുകളല്ല. അപ്പോൾ അദ്ദേഹം കണ്ടുമുട്ടിയ ആളുകളുടെ ഇടയിൽ മനുഷ്യമാംസം കഴിച്ചിട്ടുള്ള ആളുകളെ അദ്ദേഹം കാണാനിടയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവും, വലിയ പട്ടിണിയാണ്, അവർക്ക് ഭക്ഷണം പ്രിസർവ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പം മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിന്നാൻ കിട്ടില്ല. ആകെ അറിയുന്ന മാങ്ങാണ്ടി പോലത്തെ സാധനങ്ങളൊക്കെ ഉണങ്ങി വയ്ക്കാനാണ്. അപ്പോൾ അത് പലപ്പോഴും ഭക്ഷണം ഇല്ലാതെ പട്ടിണിയായി പോകും. അപ്പോൾ ഈ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പം മറ്റ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മരിക്കുകയാണെങ്കിൽ, അപ്പോൾ കൊള്ളാവുന്ന ഒരു ശരീരം, ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരം ലഭിക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും, എന്തിനാ ഇറച്ചി വേസ്റ്റ് ആക്കുന്നത്,
അത് അവരെ സംബന്ധിച്ച് അതൊരു ശത്രുവിൻ്റെ ശരീരമാണ്. അതിനെ ഭക്ഷിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടെന്ന് അവർ വിചാരിക്കുന്നില്ല. അപ്പോൾ അതൊരു മൃഗത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നത് പോലെ അവരത് ഭക്ഷിക്കുമായിരുന്നു എന്നാണ് ആ ഗോത്ര സമൂഹങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ മനുഷ്യമാംസം ഭക്ഷിച്ചിട്ടുള്ള ആളുകളെ അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന്, മനുഷ്യമാംസം വലിയ രുചിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഞാനിതോട് സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം അത് ഈ 20-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ റോമൻ സീജ് വന്ന സമയത്ത് ഈ റോമാക്കാർ ഈ യൂതന്മാരെ ഇങ്ങനെ അടച്ചുപൂട്ടി അവർക്ക് ഒരു തരത്തിലുള്ള ഭക്ഷണമോ സൗകര്യങ്ങളോ ലഭിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യമാംസം പോലും കഴിക്കേണ്ട ഒരു സാഹചര്യം ജൂതന്മാർക്കുണ്ടായി. പിന്നീട് ജൂതന്മാരെ ജെറുസലേമിൽ നിന്ന് പുറത്താക്കി. യൂതന്മാർ കീഴടങ്ങി, സാഷ്ടാംഗം കീഴടങ്ങി. അങ്ങനെ സാഷ്ടാംഗം കീഴടങ്ങിയതിൻ്റെ പേരിൽ ആർച്ച് ഓഫ് ടൈറ്റസ് എന്ന് പറയുന്ന ഒരു ആർച്ച് ഇവർ റോമിൽ ആ വിജയം സൂചിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചു. ആ കാലത്ത് നിർമ്മിച്ചു. അതിപ്പോഴും റോമിലുണ്ട്. ആർച്ച് ഓഫ് ടൈറ്റസ് ഇപ്പോഴും റോമിലുണ്ട്. അത് ഈ ജൂതന്മാരെ തോൽപ്പിച്ചതിൻ്റെ സ്മാരകമായിട്ട് ടൈറ്റസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ജയിച്ചത്. അപ്പം ആർച്ച് ഓഫ് ടൈറ്റസ് എന്ന് പറഞ്ഞ് റോമിലുണ്ടാക്കിയിട്ടുള്ള സ്മാരകമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച്, ഈ റോമാക്കാരെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക എന്നുള്ളത്. അപ്പോൾ ജൂതന്മാർ ജെറുസലേമിൽ നിന്ന് പൂർണ്ണമായിട്ട് പിൻവാങ്ങി. ജെറുസലേം അവർക്ക് പ്രവേശിക്കാനുള്ള അനുമതി നിഷേധിച്ചാണ്. ജെറുസലേമിൽ പ്രവേശിക്കാൻ പാടില്ല. അത് റോമാക്കാരുടെ ഒരു പട്ടണമാക്കി മാറ്റി, അതിൻ്റെ പേര് മാറ്റിയവർ. അത് കഴിഞ്ഞ് ഈ ജൂതന്മാർ അവിടുന്ന് പോയത് പിന്നെ ഗലീലി റീജിയനിലേക്കാണ്. പെട്ടെന്ന് ഇസ്രായേലിൽ തന്നെ കുറച്ച് ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തവരെ ഗലീലി ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഈ സമേറിയൻസ് എന്ന് നമ്മൾ പറയുന്ന ജൂതന്മാരുടെ മിക്സഡ് ബ്ലഡ് അവർ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന റീജിയനിലുമാണ് താമസാക്കിയത്. വെസ്റ്റ് ബാങ്കിൽ ജൂതന്മാരുണ്ട്, സമേരിയക്കാരുണ്ട്. ഗലീലയിൽ ഈ ഓർത്തഡോക്സ് ജ്യൂസ് ഗലീലയിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഈ ദേവാലയം 70-ൽ പരിപൂർണമായിട്ട് അവർ നശിപ്പിച്ചാണ്. അപ്പോൾ ദേവാലയം നശിപ്പിച്ച് കഴിയുമ്പം അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം, അവർക്ക് ലോകത്തിൽ ഒരു ദേവാലയമേ ഉള്ളൂ, ഒരുപാട് ദേവാലയങ്ങളില്ല. ആ ഒരു ദേവാലയത്തിൽ മാത്രമേ അവർക്ക് ബലിയർപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആർക്ക് ഓഫ് കവനൻ്റ് എന്ന് പറയുന്ന വാഗ്ദാന പേടകം നേരത്തെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി ഇപ്പം ദേവാലയം ഉണ്ടായിരുന്നത്, ആ ദേവാലയത്തിൽ അവർക്ക് ബലിയർപ്പിക്കുന്ന രീതിയുണ്ട്, മൃഗബലിയുടെ രീതിയുണ്ട്. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ പ്രാവുകളെ കൊണ്ടുപോയിട്ട് പിന്നെ 40-ാം നാൾ ഈശോയ്ക്ക് 40 ദിവസം പ്രായമുള്ളപ്പോൾ പ്രാവുകളെ ബലിയർപ്പിച്ച കാര്യമൊക്കെ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് മൃഗബലി ഉള്ള സമയമാണ്. അപ്പോൾ ഈ മൃഗബലി ഇവരെ സംബന്ധിച്ച് ഈ ദേവാലയം നശിച്ചോടെ ബലിയർപ്പിക്കാൻ അവർക്ക് ബലിപീഠമില്ലാതെ പോയി. വേറൊരു സ്ഥലത്ത് അവർക്ക് ബലിപീഠം ഉണ്ടാക്കാൻ പറ്റിയത്, അത് മോറിയാമലയിലാണ് ബലിപീഠം ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ ഒരു സ്ഥലത്തും അവർക്ക് ലോകത്തിൽ ബലിപീഠം ഉണ്ടാക്കാൻ അങ്ങനെ ഒരു സ്ഥലമില്ല. മോറിയാമല എന്ന് പറയുന്നത് ദൈവവും അബ്രാഹവും തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടെ ദേവാലയം പണിതിട്ടുള്ളത്. അതല്ലാതെ അവർക്ക് വേറൊരു സ്ഥലമില്ല ദേവാലയം പണിയാൻ. അപ്പോൾ അത് പോയി. അതാണ് നമ്മൾ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന സ്ഥലം. ആ ദേവാലയം സെക്കൻഡ് ടെമ്പിൾ അവിടെ അവർ പണിത് വെച്ച് സെക്കൻഡ് ടെമ്പിൾ ഈ റോമാക്കാർ പരിപൂർണമായിട്ട് തകർത്ത് കളഞ്ഞു. അപ്പം അത് ജൂതന്മാരെ സംബന്ധിച്ച് അവരുടെ ആ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമാണിത്. കാരണം ഇനി എന്ത് ചെയ്യും? അപ്പോൾ അവരുടെ റിലീജിയനെ സംബന്ധിച്ച് വലിയ വ്യത്യാസം വരാൻ തുടങ്ങി. കാരണം അവരുടെ റിലീജിയൻ അന്ന് നമ്മൾ ഈ പിന്നെ ബൈബിളിൽ പുതിയ നിയമത്തിൽ വായിക്കുന്നു, ഫരിസയർ, സദൂക്കായർ എന്ന് പറയുന്ന 2 കാറ്റഗറി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണ് ഈ മതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജൂതന്മാരെ സംബന്ധിച്ച് മതമാണ്, എല്ലാ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ സദൂക്കായർ എന്ന് പറയുന്ന ആളുകൾ പിന്നെ മോശയ്ക്ക് ദൈവം എഴുതി കൊടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, അത് ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ആ 5 പുസ്തകങ്ങൾ മാത്രം വിശ്വസിക്കുന്നവരാണ് സദുക്കായർ. അത് മാത്രമേ വിശ്വസിക്കൂ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്ന് പറയുന്ന 5 പുസ്തകങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള പുസ്തകങ്ങൾ, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളോ മറ്റ് ടീച്ചിങ്സ്, നമ്മൾ പ്രഭാഷകൻ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ പഴയ നിയമ ഗ്രന്ഥങ്ങളൊന്നും അവർ വായിക്കില്ല, അവർ ഫോളോ ചെയ്യില്ല, അനുസരിക്കില്ല. അവരെ സംബന്ധിച്ച് 5 ഗ്രന്ഥങ്ങൾ മാത്രമാണ് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് സദൂക്കായർ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് ഫരിസയരെ സംബന്ധിച്ച് ഈ 5 ഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഈ 5 ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഓറൽ തോറ, ഇതിന് തോറ എന്നാണ് പറയുന്നത്. 5 ഗ്രന്ഥങ്ങൾക്ക് കളക്റ്റീവായിട്ട് പറയുന്ന പേര് തോറ എന്നാണ്. ഈ തോറ എന്ന് പറയുന്ന ഈ 5 ഗ്രന്ഥങ്ങൾ കൂടാതെ ഓറലായിട്ട് വായ്മൊഴിയായിട്ട് ഒരു ഗ്രന്ഥം കൂടി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഫരിസയർ എന്ന് പറയുന്ന കാറ്റഗറി വിശ്വസിക്കുന്നത്. അത് പിന്നീട് അവർ തന്നെ എഴുതി ഉണ്ടാക്കിയ നിയമങ്ങളൊക്കെയാണ്. ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പാത്രങ്ങളുടെ ക്ഷാളനങ്ങളെക്കുറിച്ചും ഒക്കെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഈ ഫരിസയരുടെ ഈ സ്വഭാവ രീതികളെക്കുറിച്ചാണ്. അപ്പം ധാരാളം പുസ്തകങ്ങളിൽ എഴുതത്തക്ക രീതിയിലുള്ള ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ, എങ്ങനെ ബലിയർപ്പിക്കണം, എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം, ഇങ്ങനെ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ഓറൽ തോറ, അതായത് വായ്മൊഴിയായിട്ടുള്ള തോറ എന്ന നിലയ്ക്ക് തലമുറകളായി ഇങ്ങനെ കൈമാറി വന്നിരുന്നു. ഈ കൈമാറി വന്ന സാധനം എഴുതാൻ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസം. അത് എഴുതാൻ പാടില്ല.
അത് വായ്മൊഴിയായിട്ട് തന്നെ. അപ്പോൾ ആളുകൾ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ച് ഇത് തലമുറകൾ കൈമാറി പോവുകയാണ്. പക്ഷേ ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടതോടെ ഇവരുടെ എക്സിസ്റ്റൻസ് അപകടത്തിലാകും എന്നും വന്നതോടെ ഇവർ എഴുതാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ദേവാലയം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ഈ ജൂത സമൂഹത്തെ ഒന്നിച്ച് നിർത്തിയത് ഇത് എഴുതുകയും മോഡിഫൈ ചെയ്യുക എന്നൊരു വലിയ പ്രവൃത്തിയിലൂടെയാണ്. അങ്ങനെ അവർ ഈ ഓറൽ തോറ അല്ലെങ്കിൽ ഈ വായ്മൊഴിയായി വന്ന തോറ അത് എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് മിഷ്ന. ഈ വായ്മൊഴിയായി കിട്ടിയ തോറ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പുസ്തകം അവർ മിഷ്ന എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അതിനകത്താണ് പെസഹ എങ്ങനെ ആചരിക്കണം, പെസഹയിൽ എങ്ങനെ പിന്നെ ഓരോ സാധനങ്ങളും പാനം ചെയ്യണം, ആടിനെ എങ്ങനെ ഭക്ഷിക്കണം എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൻ്റെ പേര് മിഷ്ന എന്നാണ്. ഈ മിഷ്നയെ കൂടാതെ തന്നെ ആ മിഷ്നയുടെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന കമൻ്ററീസ് ഉണ്ട്. ആ കമൻ്ററീസിൻ്റെ പേര് ഗമേറ എന്നാണ്. അപ്പോൾ ഗമാറ എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്. അപ്പം മിഷ്ന എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതുകൂടാതെ ഈ മിഷ്നയെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള നിയമങ്ങളെ വീണ്ടും ഒന്നും കൂടി വിശദീകരിച്ച് പറയുന്ന ഗമേറ എന്ന് പറയുന്ന വേറൊരു പുസ്തകമുണ്ട്. വേറൊരു സെറ്റ് ഓഫ് ഓറൽ വായ്മൊഴിയായിട്ട് വന്നൊരു സംഗതിയുണ്ട്. അതിനെയും പുസ്തകമാക്കി. അതിൻ്റെ പേര് ഗമാറ എന്നാണ്. ഈ മിഷ്നയും ഗമാറയും കൂടി ചേരുന്ന പുസ്തകത്തിൻ്റെ പേരാണ് താൽമൂദ്. അപ്പോൾ ഈ താൽമൂദ് എന്ന് പറയുന്നതാണ് ഈ മിഷ്നയും ഗമേറയും കൂടി ചേരുന്ന പുസ്തകമാണ് താൽമൂദ്. അതാണ് ജൂതന്മാരുടെ ഔദ്യോഗിക മതഗ്രന്ഥം. അത് റബീനിക് ജൂതായിസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജൂതായിസം അതാണ്. റബ്ബിമാരെ പഠിപ്പിച്ചു കൊടുത്തുള്ള ജൂതായിസമാണ്. കാരണം അവർക്ക് ടെമ്പിൾ പോയി കഴിഞ്ഞാൽ പിന്നെ റബീനിക് ജൂതായിസമാണ്. റബ്ബിമാരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള, റബ്ബിമാരെ സെൻറ്റേർഡ് ആയിട്ടുള്ള ജൂതായിസമാണ്. ആ ജൂതായിസത്തിൽ ഫോളോ ചെയ്യുന്ന പുസ്തകത്തിൻ്റെ പേരാണ് തൽമൂദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഫരിസയർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഈ സംഗതി കൊണ്ടു നടന്നത്. അപ്പോൾ അത് പിന്നെ സദുക്കായർ എന്ന് പറയുന്ന കാറ്റഗറി പിന്നീട് പതുക്കെ ഇല്ലാതെ പോയി. യേശുവിൻ്റെ കാലഘട്ടത്തിലെ പുരോഹിതന്മാരൊക്കെ സദുക്കായർ എന്ന് പറയുന്ന കാറ്റഗറി പെടുന്നവരായിരുന്നു. കാരണം അവർ സോളമൻ്റെ സദോക്ക് എന്ന് പറയുന്ന ആ പുരോഹിതൻ്റെ പിന്മുറക്കാരാണ്. അങ്ങനെ വന്നത് ആ കാലഘട്ടത്തിൽ ഈ പുരോഹിതന്മാരോട് മത്സരിച്ചു കൊണ്ടിരുന്ന യഹൂദ സമൂഹത്തിലെ വേറൊരു നിയമം അറിയുന്ന നിയമജ്ഞന്മാർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഈ ഫരിസയർ എന്ന് പറയുന്ന കാറ്റഗറി. ആ ഫരിസയർ എന്ന് പറയുന്ന കാറ്റഗറിക്കാണ് പിന്നീട് ഈ ടെമ്പിൾ നശിപ്പിക്കപ്പെട്ട ശേഷം അവർക്കാണ് പ്രോമിനൻസ് കിട്ടുന്നത്, മറ്റവരില്ലാതെ പോയി. അപ്പോൾ ഈ ഫരിസൈ സമൂഹത്തിൽ നിന്നാണ് നമ്മളുടെ പുതിയ നിയമത്തിൽ പരാമർശിക്കപ്പെട്ടുള്ള നിക്കദേമൂസ്, അരിമത്തേക്കാരൻ ജോസഫ്, ഇവരൊക്കെ ഫരിസയ സമൂഹത്തിലുള്ളതാണ്. സെയിൻറ്റ് പോളിൻ്റെ ഗുരുവായിട്ടുള്ള ഗമാലിയൽ എന്ന് പറയുന്ന ആളും പിന്നെ ഈ ഫരിസയ സമൂഹത്തിലെ ആൾ തന്നെയാണ്. അപ്പം ഫരിസയ സമൂഹം ഇതുപോലെ തന്നെ മതം പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. ലേവി ഗോത്രത്തിൻ്റെ പിന്മുറക്കാരാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. അവർ ഈ മതത്തിന് വേറൊരു രൂപം നൽകുകയാണ് ചെയ്തത്. ഈ മോശയുടെ പുസ്തകങ്ങൾ കൂടാതെ ബാക്കിയുള്ള പുസ്തകങ്ങളും അവർ ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ പഴയ നിയമത്തിലെ മുഴുവൻ പുസ്തകങ്ങളും ഇവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഫോളോ ചെയ്യുന്ന, അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഈ താൽമൂദ് എന്ന് പറയുന്ന പുസ്തകമാണ്. അപ്പോൾ ഇത് പിന്നെ അവരുടെ ഒരു സെൻറ്റേഡായി. അപ്പം റിലിജിയൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അവരുടെ മതം പല ഭാഗത്തേക്കും ചിതറിപ്പോയപ്പം ഈ റബ്ബിമാരാണ് ലോകത്തിലെ എല്ലായിടത്തും പോയിട്ട് ഈ താൽമൂദ് പ്രചരിപ്പിക്കുകയും ഈ താൽമൂദിനനുസരിച്ച് മതത്തിനെ നിലനിർത്തുകയും ചെയ്തത് ഇവരാണ്. അപ്പോൾ ഈ യഹൂദ സമൂഹം ലോകത്തിൽ എവിടെയുണ്ടോ അങ്ങോട്ടെല്ലാം ഇവർ പോയി ഈ മതം പ്രചരിപ്പിച്ചു. മാത്രമല്ല AD 70 ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ജെറുസലേമിൽ നിന്ന് ജൂതന്മാരെ പുറത്താക്കി. പക്ഷേ റോമ സാമ്രാജ്യത്തിൽ നിൽക്കുന്ന ജൂതന്മാർക്ക് ഒരു ജൂയിഷ് ടാക്സ് എന്ന് പറയുന്നൊരു കാര്യം റോമ സാമ്രാജ്യം ഏർപ്പെടുത്തി. അതായത് അവർക്ക് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവർ ജൂസ് ഒരു സ്പെഷ്യൽ ടാക്സ് കൊടുക്കണം. അങ്ങനെ വന്നു. വീണ്ടും ഇവർ ഇതിനെതിരെ എല്ലാം കൂടെ കൂടി അവർക്കുള്ള സർവ്വശക്തിയും ശേഖരിച്ച് 1900 AD 132 മുതൽ 135 വരെ വീണ്ടും ഒരു റിവോൾട്ട് കൂടി ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. ആ റിവോൾട്ടിൻ്റെ പേര് ബാർക്കോബ റിവോൾട്ട് എന്നാണ്. സൈമൺ ബാർക്കോബ എന്ന് പറയുന്ന ഒരാളാണ് അത് ലീഡ് ചെയ്തത്. അതോടുകൂടി ജൂതന്മാരെ തീർത്തും ഇല്ലാതാക്കുകയും ജെറുസലേം എന്ന് പറയുന്ന പേര് റോമ സാമ്രാജ്യം ബാൻ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് സിറിയ പാലസ്തീന എന്ന പേര് ഒഫീഷ്യലായിട്ട് എല്ലാവരും ഉപയോഗിക്കണമെന്നും ജെറുസലേം എന്ന വാക്ക് ഉച്ചരിക്കരുതെന്നും അവർ നിയമം ഉണ്ടാക്കി വെച്ചു. അങ്ങനെയാണ് ഈ സിറിയ പാലസ്തീന എന്നുള്ള പേര് അവിടെ വളരെ നിർബന്ധപൂർവ്വം ആ പ്രദേശത്തിന് ഉപയോഗിച്ച് തുടങ്ങിയത് AD 135 ശേഷമാണ്. AD 135 സർവ്വ ജ്യൂസിനെയും ഇവർ അവിടെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. ഒരുപാട് പേരെ വധിച്ചു കളഞ്ഞു. പിന്നെ ജ്യൂസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. കുറച്ച് ജ്യൂസ് ആ പ്രദേശത്ത്, ഗലീലി പ്രദേശത്ത് കുറച്ച് പേര് താമസിച്ചു. കുറേ പേര് നമ്മൾ പറയുന്നത് വെസ്റ്റ് ബാങ്ക് റീജിയനിൽ, സമേറിയൻസ് എന്ന് പറയുന്ന കാറ്റഗറി വെസ്റ്റ് ബാങ്ക് റീജിയനിലും താമസിച്ചു. ഈ പിന്നീട് ഇത് ബൈസന്റൈൻ സാമ്രാജ്യത്തിലും റോമ സാമ്രാജ്യത്തിലുമായിട്ട് ഈ പ്രദേശം നിലനിൽക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ചരിത്രമില്ല. ചെറിയൊരു ചേഞ്ച് വരുന്നത് AD 259 മുതൽ 272 വരെ
പൾമൈറൈൻ എംപയർ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യ ശക്തി അവിടെ ഇവോൾവ് ചെയ്തു വന്നു. അവർ റോമാ സാമ്രാജ്യത്തിന് ഈ പവർ പിടിച്ചെടുക്കുന്നുണ്ട്. അത് ചെറിയൊരു കാലഘട്ടത്തിലേക്കാണ് 1959 മുതൽ 1972 വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 23 വർഷമാണ് അവരുടെ ഭരണം വരുന്നത്. പക്ഷേ അതിന് ആ പ്രദേശത്ത് കാര്യമായ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. കോൺസ്റ്റന്റൈൻ വന്നതോടെ ഈ പ്രദേശം മുഴുവൻ റീക്യാപ്ചർ ചെയ്തു. വീണ്ടും അത് റോമൻ എംപയറിൻ്റെ കീഴിലാക്കി. ഇപ്പോൾ റോമൻ അത് തിരിച്ചു പിടിക്കുന്നു. ഇപ്പോഴും അത് റോമൻ എംപയറിൻ്റെ കീഴിലാണ്. 326 സെന്റ് ഹെലേന എന്ന് പറയുന്ന കോൺസ്റ്റന്റൈൻ്റെ അമ്മ, നമ്മൾ വിശുദ്ധയായിട്ട് ക്രിസ്ത്യാനികൾ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സെയിൻറ്റ് ഹെലേന, അവർ ഈ ജെറുസലേം സന്ദർശിക്കുകയും അവിടെ മുഴുവൻ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ പണിയെടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ AD 326 ശേഷം ഇത് വലിയ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സെൻ്ററായി മാറി. അപ്പം ഈ പാലസ്തീന റീജിയൻ പിന്നീട് കോൺസ്റ്റന്റൈൻ കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ സെൻ്ററായി മാറുകയാണ് ചെയ്തത്. ധാരാളം ദേവാലയങ്ങളും ക്രിസ്ത്യാനികളും മാത്രം. റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യാനിറ്റി പ്രഖ്യാപിക്കപ്പെട്ടതോടെ അവിടുത്തെ പൗരന്മാരെല്ലാം ക്രിസ്ത്യാനികളായി. സ്വാഭാവികമായിട്ടും പാലസ്തീന റീജിയൻ ക്രിസ്ത്യാനികളുടെ കയ്യിലായി. അത് ക്രിസ്ത്യൻ പ്രദേശമായി മാറി. ഈ അതിനിടയിലുള്ള സമരറ്റീൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ ഞാൻ പറഞ്ഞു വെസ്റ്റ് ബാങ്ക് റീജിയനിൽ അവർ ജീവിച്ചിരുന്നു. അവർ റിവോൾട്ട് ചെയ്തിട്ടുണ്ട്. റിവോൾട്ട് ചെയ്ത റോമാക്കാർ പിന്നെ അന്ന് ക്രിസ്തുമതം ജൂതമതത്തെ അംഗീകരിച്ചിരുന്നില്ല, ബഹുമാനിച്ചിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരും ഈ സമരറ്റൻസിനെ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സമരക്കാർ കാലാകാലങ്ങളിൽ ഇല്ലാതെ പോയി. ഇപ്പോൾ അവർ ഏകദേശം ആകെ ലോകത്തിലെ ഈ സമേറിയൻസ് എന്ന് പറയുന്ന കാറ്റഗറി അതൊരു ജൂയിഷ് കാറ്റഗറിയാണെന്ന് നമുക്കറിയാം. ആ ജൂയിഷ് കാറ്റഗറി 1000-ൽ താഴെ മനുഷ്യർ മാത്രമേ ലോകത്തിലുള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത്, സമേറിയൻസ് എന്ന് പറയുന്ന ഈ കാറ്റഗറി. അപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ റോമാ സാമ്രാജ്യം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇപ്പോൾ ഈ പാലസ്തീന പ്രദേശം ഒരു ക്രിസ്ത്യൻ പ്രദേശമായി തീർന്നു. ഒരു ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻ്ററായി മാറുകയും അവിടുത്തെ പോപ്പുലേഷൻ മുഴുവൻ ക്രിസ്ത്യാനികളായി തീരുകയും ചെയ്തു.